ഇതാണ് നമ്മുടെ ഫിൽറ്ററിൻ്റെ നോർമൽ പൊസിഷൻ. ഈ ആദ്യത്തെ ഈ 2 ഫിൽറ്റർ മോഡിലാണ് കിടക്കേണ്ടത്. ഈ ഒന്നാമത്തെ ഓപ്ഷൻ ഫിൽറ്റർ മോഡ്, ഒന്നാമത്തെ ഫിൽറ്റർ, അതുപോലെ തന്നെ രണ്ടാമത്തെ ഫിൽറ്റർ, അതുപോലെ തന്നെ ഫിൽറ്റർ മോഡ്, ഇത് രണ്ടും ഒരേപോലെ ഇരിക്കണം. മൂന്നാമത്തെ ഫിൽറ്റർ സർവീസ് എന്ന് പറഞ്ഞ മോഡിലായിരിക്കേണ്ടത്. ഈ പുറകിലത്തെ വാൽവ് ഇതുപോലെ ക്ലോസ് ആയിരിക്കണം. സോഫ്റ്റ്നറിൻ്റെ മൂന്നാമത്തെ ഫിൽറ്ററിൻ്റെ ഈ വാൽവാണേ. ഇതിൽ നമ്മൾ ആഴ്ചയിൽ ആദ്യത്തെ 2 ഫിൽറ്റർ ഒരു 7 ദിവസം കൂടുമ്പോൾ ബാക്ക് വാഷ് ചെയ്യണം. ബാക്ക് വാഷും റിൻസും. അത് ചെയ്യാൻ നേരത്തെ ആദ്യം ഇവിടെ വന്നിട്ട് മോട്ടറിൻ്റെ ഓട്ടോമാറ്റിക് സിസ്റ്റം ഓഫ് ചെയ്ത് മാനുവൽ മോഡിലേക്ക് ഇടുക. ഓട്ടോമാറ്റിക് ഓഫ് ചെയ്തിടുക ആദ്യം. അതിനുശേഷം ഇവിടെ വന്നിട്ട് ആദ്യം ഇടത് സൈഡിൽ ആദ്യത്തെ ഫിൽറ്ററാണ് ബാക്ക് വാഷ് ചെയ്യേണ്ടത്. ഈ ഫിൽറ്റർ ഈ ഒന്നാമത്തെ ഓപ്ഷനിൽ നിന്നും വലത്തേക്ക് ഇറക്കി രണ്ടാമത്തെ ഓപ്ഷനിലിടുക ബാക്ക് വാഷ്. എന്നിട്ട് ആ ഗ്യാപ്പിൽ വീണ്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഈ ഒരു പ്ലേ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം മോട്ടറിൻ്റെ സ്വിച്ച് പോയി മാനുവലി ഓൺ ചെയ്യുക. ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ സൈഡ് വഴി ആ ട്യൂബ് വഴി വെള്ളം പുറത്തേക്ക് പോകും. ഇതൊരു 1.5 മിനിറ്റ് ഈ വെള്ളം പുറത്തേക്ക് ഒഴുക്കി കളയുക. 1.5 മിനിറ്റ് ഈ വെള്ളം പുറത്തേക്ക് പോയതിന് ശേഷം മോട്ടറിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഇവിടെ വന്നിട്ട് ഈ ഫിൽറ്റർ ഹെഡ് വീണ്ടും വലത്തേക്ക് ഇറക്കി മൂന്നാമത്തെ ഓപ്ഷനിലിടുക, റിൻസ്. എന്നിട്ട് ഈ പ്ലേ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. വീണ്ടും മോട്ടർ ഓൺ ചെയ്ത് 1 മിനിറ്റ് ഈ വെള്ളം പുറത്തേക്ക് ഒഴുകി കളയുക. മാനുവലി മോട്ടർ ഓൺ ചെയ്യുമ്പോൾ 1 മിനിറ്റ് ഈ വെള്ളം പുറത്തേക്ക് പോകുന്നവരെ വെയിറ്റ് ചെയ്യുക. 1 മിനിറ്റ് ഈ വെള്ളം പുറത്തേക്ക് പോയതിന് ശേഷം വീണ്ടും മോട്ടറിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യുക. വീണ്ടും ഇവിടെ വന്നിട്ട് വീണ്ടും ഫിൽറ്ററിനെ വലത്തേക്ക് ഇറക്കി ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ ഇടുക, ഫിൽറ്റർ മോഡ്. ഇപ്പോൾ ഫസ്റ്റ് ഫിൽറ്ററിൻ്റെ ക്ലീനിങ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഫിൽറ്ററിലും അതുപോലെ തന്നെയാണ്. ആദ്യം വലത്തേക്ക് ഇറക്കി ബാക്ക് വാഷ് എന്ന മോഡിൽ കൊണ്ടുവെക്കുക. വീണ്ടും മോട്ടർ ഓൺ ചെയ്ത് 1.5 മിനിറ്റ് ഈ വെള്ളം പുറത്തേക്ക് ഒഴുക്കി കളയുക ഇതുവഴി. ഇപ്പോൾ ഇതിൽ വെള്ളം വരാത്ത നമ്മൾ മോട്ടർ ഓൺ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. 1.5 മിനിറ്റ് ഈ വെള്ളം പുറത്തേക്ക് പോയതിന് ശേഷം മോട്ടറിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് വീണ്ടും ഫിൽറ്റർ ഹെഡ് വലത്തേക്ക് ഇറക്കി മൂന്നാമത്തെ ഓപ്ഷനിൽ റിൻസ്. ഈ പ്ലേ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. വീണ്ടും മോട്ടർ ഓൺ ചെയ്ത് 1 മിനിറ്റ് ഈ വെള്ളം പുറത്തേക്ക് ഒഴുകി കളയുക. 1 മിനിറ്റ് ഈ വെള്ളം പുറത്തേക്ക് പോയതിന് ശേഷം വീണ്ടും മോട്ടർ ഓഫ് ചെയ്യുക. വീണ്ടും ഫിൽറ്റർ ഹെഡ് വലത്തേക്ക് ഇറക്കി പഴയതുപോലെ ഒന്നാമത്തെ ഓപ്ഷനിലിടുക. ഇപ്പോൾ ഒന്നാമത്തെ രണ്ടാമത്തെ ഫിൽറ്ററിൻ്റെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ആഴ്ചയിലൊരിക്കൽ 7 ദിവസം കൂടുമ്പം ഈ 2 ഫിൽറ്ററും ക്ലീൻ ചെയ്യുക.